പ്രവർത്തകൻ ആ പ്രവർത്തകന്റെ അവസ്ഥ എന്താണെന്നറിയാമോ? അതും കൂടി പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. അതാ ചിക്കമംഗ്ലൂരിലെ കൽദൊഡ്ഡി എന്ന് പറയുന്ന സ്ഥലത്തിലുള്ള SSFന്റെ യൂണിറ്റ് പ്രവർത്തകനാണ്. സാധുവാട് എന്റെ ജില്ലക്കാരനാണ്. ആ SSFന്റെ പ്രവർത്തകനായ നസീർ ഒരു ദിവസം ജോലി സ്ഥലത്ത് പോയപ്പോ രാത്രി സമയത്ത് കിടന്നുറങ്ങുന്ന നേരത്ത് അവിടെ തലയണയില്ല. കാരണം തലയണയില്ലാതിരിക്കാനുള്ള കാരണം അവിടുന്ന് മുസല്ല കൊണ്ടുപോയതാണ്. ആ മുസല്ല നിസ്കരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മുസല്ലയാണ്. ആ മുസല്ല മടക്കി വെച്ച് രാത്രി സമയത്ത് നസീർ എന്ന ചിക്കമംഗ്ലൂരിലുള്ള SSFന്റെ പ്രവർത്തകർ കിടന്നുറങ്ങുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് ആ മുസല്ലയുടെ ഉള്ളിലൊരു പാമ്പുണ്ടായത് നസീറിന് അറിഞ്ഞിരുന്നില്ല. ആ നസീറിനെ പാമ്പ് കടിച്ചുപോയി. പാമ്പിന്റെ കുത്തേറ്റ് അനുഭവിച്ച നസീർ എന്ന ചെറുപ്പക്കാരന് അതേ ചിക്കമംഗ്ലൂരിലുള്ള നല്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെയുള്ള ബിഷപ്പുരന്മാരെ സമീപിച്ചു. അവിടുന്ന് ട്രീറ്റ്മെന്റ് നൽകുമ്പോ ഡോക്ടർമാര് പറയുന്നു, ഇല്ല ഇല്ല, നസീറിന് ജീവൻ മടങ്ങിക്കിട്ടൂല. നിങ്ങളെ നസീറിനുള്ള ട്രീറ്റ്മെന്റ് ചിക്കമംഗ്ലൂരിലില്ല. അതുകൊണ്ട് കർണാടകയുടെ തലസ്ഥാന നഗരിയായ കർണാടകയുടെ ക്യാപിറ്റൽ സിറ്റിയായ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകണം. ഉടൻ തന്നെ സ്പീഡ് വേയിലുള്ള ആംബുലൻസ് ഉപയോഗിച്ച് SSFന്റെ കരളിന്റെ തുടിപ്പായ നസീറിനെയും കൂട്ടിയിട്ട് SSFന്റെ ചിക്കമംഗ്ലൂരിലുള്ള പ്രവർത്തകന്മാർ അതാ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകുന്നു. ആ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യുന്നു. ട്രീറ്റ്മെന്റ് നൽകുമ്പോ ഡോക്ടർമാർ പറയാണ്, ബാംഗ്ലൂരിലുള്ള ഡോക്ടർമാർ പറയാണ്, ഇല്ല ഇല്ല, നസീറിനുള്ള ട്രീറ്റ്മെന്റ് ഇവിടെയില്ല. കാരണം നസീറിന്റെ തലയിലാണ് പാമ്പ് കടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിഷം തലയിൽ കയറിയത് കൊണ്ട് നസീറിന് വരുന്നില്ല. സുബ്ഹാനല്ലാഹ്. സാധുവായ ഞാൻ തമിഴ്നാട് സിയാറത്തിലാണ്. അപ്പോഴാണ് ചിക്കമംഗ്ലൂർ ജില്ല SSFന്റെ പ്രസിഡന്റായ KP അബൂബക്കർ സാഹിബ് എനിക്ക് വിളിച്ചു പറയുന്നു, ഉസ്താദേ, നമ്മുടെ പ്രവർത്തകൻ അതാ പാമ്പിന്റെ കടിയേറ്റിട്ടുണ്ട്, ജീവൻ മടങ്ങി കിട്ടൂല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇനി ട്രീറ്റ്മെന്റ് കൊണ്ടൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് ആരോ പറഞ്ഞു, ശൈഖുനാ കാന്തപുരം ഉസ്താദിനൊരു മന്ത്രമുണ്ട്. AP ഉസ്താദ് ഒന്ന് മന്ത്രിച്ച് വെള്ളത്തിൽ മന്ത്രിച്ച് ആ വെള്ളം പാമ്പ് കടിച്ചവനെ കുടിക്കാൻ കൊടുത്താൽ അവന്റെ വിഷം ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ മാത്രം പ്രാപ്തമാകുന്ന ഒരു പൊരുത്തമുള്ള മന്ത്രം ശൈഖുനാ കാന്തപുരം ഉസ്താദിനുണ്ടെന്ന വിവരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഉസ്താദ് എവിടെയാണുള്ളത് എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കുമോ? സുബ്ഹാന ജല്ല ജലാലുഹു. തമിഴ്നാട് മടങ്ങിയിട്ട് പാലക്കാട് വഴി അതാ ഞാനങ്ങോട്ട് മലപ്പുറത്തേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് മർക്കസ് ഓഫീസിലേക്ക് ഫോൺ വിളിക്കുന്നു, എവിടെയാണ് ശൈഖുനയുള്ളത്? ആ സമയത്ത് ഓഫീസിൽ നിന്ന് മറുപടി കിട്ടി, എടപ്പാൾ എന്ന പ്രദേശത്ത് ആയുർ ഗ്രീൻ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് വിധേയരാണ് ശൈഖുന. അസുഖമുണ്ടായിട്ടല്ല. ഇനി അതും കേട്ടിട്ട് ആരും സന്തോഷിക്കണ്ട. പിന്നെയോ എല്ലാ കൊല്ലത്തിലും ശൈഖുനാ കാന്തപുരം ഉസ്താദ് ശരീരത്തിനൊരു മസാജ് ചെയ്യിപ്പിക്കാറുണ്ട്. അതുകൊണ്ടാണിടോ ഇന്നും ഒരു ചെറുപ്പക്കാരനായ ശൈഖുനയെ നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാഹു ഇനിയും ആഫിയത്ത് ഏറ്റിക്കൊടുക്കട്ടെ. അങ്ങനെ എടപ്പാട് ആയുർ ഗ്രീൻ ഹോസ്പിറ്റലാണ് ശൈഖുനയുള്ളത് എന്ന് പറഞ്ഞപ്പോ സാധുവായ ഞാനും എന്റെ കൂടെയുള്ള പ്രവർത്തകരും അങ്ങോട്ട് കടന്നുപോയി. സുബ്ഹാന ജല്ല ജലാലുഹു. ഉസ്താദിന്റെ സെക്രട്ടറിമാരെ കണ്ടിട്ട് വിഷയം പറഞ്ഞു. നോക്കുമ്പോ ഉസ്താദ് അരവുടുപ്പിന്റെ താഴെ ഔറത്ത് കാണാത്ത വിധത്തില് ഉസ്താദ് ട്രീറ്റ്മെന്റിലാണ്. ആ ട്രീറ്റ്മെന്റിലായ സമയത്ത് ഉസ്താദിനോട് ആരും മിണ്ടാൻ പറ്റൂല. ഒരുപാട് പേര് അവിടെ ക്യൂ നിൽക്കുന്ന സാഹചര്യമാണ്. അന്ന് 2 തങ്ങന്മാർക്ക് കാണാനുള്ള സമ്മതം കൊടുത്തു എന്നല്ലാതെ മൂന്നാമത്തെ ഒരു മൊയ്യാർക്കും അവിടെ കാണാനുള്ള സമ്മതം കൊടുത്തില്ല. അപ്പോഴാണ് ഞങ്ങൾ അവിടെ പറഞ്ഞു, ഞങ്ങൾ ഉസ്താദിനെ കാണാൻ വരുന്നത് ഞങ്ങളെ SSFന്റെ പ്രവർത്തകന്റെ ജീവൻ തിരിച്ചു കിട്ടാനാ. ഇതിൽ നിങ്ങൾ ഉസ്താദിനെ കാണിക്കൂല എന്ന് വാശ കാണിക്കരുത്.
ഇത് പറഞ്ഞപ്പോഴേക്ക് അതാ ഉസ്താദിന്റെ സെക്രട്ടറിമാര് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളത്തിന്റെ കുപ്പിയും എടുത്തിട്ട് നേരെ ഉസ്താദിന്റെ റൂമിലേക്ക് പോകുന്നു. 3/4 മണിക്കൂർ ഉസ്താദ് മന്ത്രിക്കുന്നു. 3/4 മണിക്കൂർ ഉസ്താദ് മന്ത്രിക്കുകയാണ്. എല്ലാ ചെറുപ്പക്കാരും ഇത് കേട്ടോളണം, മനസ്സിലാക്കണം. 3/4 മണിക്കൂർ നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ നാളെ തന്നെ നസീറിന് ഞാൻ സ്റ്റേജിൽ ഹാജരാക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, 3/4 മണിക്കൂർ മന്ത്രിച്ചിട്ട് ആ വെള്ളം സാധുവായി എന്റെ കയ്യിൽ തന്നു. അപ്പൊ ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് എനിക്കൊന്ന് കുറച്ച് സംസാരിക്കാനുണ്ട് ഉസ്താദിനോട്. ഉസ്താദ് പറഞ്ഞു, സംസാരം പിന്നെയാകാം, വേഗം പോയി SSFന്റെ പ്രവർത്തകന്റെ ജീവൻ തിരിച്ചു പിടിക്കണോ. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, കോഴിക്കോട്ടേക്ക് ബസ്സിൽ ഈ വെള്ളത്തെ എത്തിച്ചു. കോഴിക്കോട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വേറെ ബസ്സിൽ ഈ വെള്ളത്തെ അയച്ചു. ബാംഗ്ലൂരിലെ മെജസ്റ്റിക്കിൽ വെച്ച് വേറെ ഒരു SSFന്റെ പ്രവർത്തകർ. SSFന്റെ പ്രവർത്തകരെ നമ്മുടെ കണക്ഷൻ ഇന്നതാണ്. അവിടെ SSFന്റെ പ്രവർത്തകൻ വന്നു. അവൻ ആ കുപ്പി വെള്ളം എടുത്തു. എന്നിട്ട് ഡോക്ടർമാരാരെങ്കിൽ പോയി ഞങ്ങളെ നസീറിന് ഈ വെള്ളം കൊടുക്കണോ. ഡോക്ടർമാര് പറഞ്ഞു, പറ്റൂല, ഈ വെള്ളം കൊടുക്കാൻ പറ്റൂല, കാരണം ഞങ്ങളെ ട്രീറ്റ്മെന്റ് അല്ലാതെ ഒന്നും കൊടുക്കാൻ പറ്റൂല. SSFന്റെ പ്രവർത്തകർ പറഞ്ഞു, അല്ല ഡോക്ടർമാരെ, ഇതൊരു സാധാരണ വെള്ളമല്ല, ഇത് ഞങ്ങളെ ബഹുമാനപ്പെട്ട നേതാവ് മന്ത്രിച്ച വെള്ളമാണ്. ചിലപ്പോൾ നിങ്ങളെ ട്രീറ്റ്മെന്റ് കൊണ്ട് സുഖപ്പെടുന്നില്ലെങ്കിലും ഞങ്ങളെ നേതാവിന്റെ മന്ത്രം സ്പർശനമേറ്റ വെള്ളം കുടിച്ചാൽ മാറിപ്പോകുന്നു, അതുകൊണ്ട് നിങ്ങൾ കൊടുക്കണമെന്ന് പറയുമ്പോ അവർ പറഞ്ഞു, ഇല്ല, ഒരിക്കലും പറ്റൂല. അവസാനം രാഷ്ട്രീയ നേതാക്കന്മാരെ ഉപയോഗപ്പെടുത്തി അവരെ ഇൻഫ്ലുവൻസിലൂടെ അതാ ഭക്ഷണങ്ങളിൽ ചേർത്തിയിട്ട് ഈ വെള്ളം കൊടുക്കുന്നു. ആ ഭക്ഷണത്തിൽ ചേർത്തിയിട്ട് ഈ വെള്ളം കൊടുക്കുമ്പോ വെള്ളം കൊടുത്തു. പ്രവർത്തകരെ, 1/2 മണിക്കൂർ കഴിഞ്ഞു. സുബ്ഹാന ജല്ല ജലാലുഹു. അതുവരെ കണ്ണ് മൂടിക്കളഞ്ഞ നസീർ എന്ന SSFന്റെ പ്രവർത്തകർ ഈ വെള്ളം കൊടുത്ത 1/2 മണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും അവിടുന്ന് കണ്ണ് തുറക്കുന്നു. പോരാ, ഇത് പറയുമ്പോ സതുവാണ് എന്റെ രോമങ്ങൾ ഇങ്ങനെ എണീക്കുകയാണ്. റബ്ബേ, ആ ഉസ്താദിന് ഇനിയും ദീർഘായുസ് നൽകണേ അല്ലാ, ഇനിയും ആരോഗ്യം നൽകണേ അല്ലാ, ഇനിയും ഹിമ്മത്ത് നൽകണേ അല്ലാ, ഇനിയും ഇസ്സത്ത് നൽകണേ അല്ലാ, ഇനിയും ഖുവ്വത്ത് നൽകണേ അല്ലാ. വീണ്ടും 1/2 മണിക്കൂർ പിന്നിട്ടപ്പോഴേക്ക് നസീറിന്റെ കാലിന്റെ വിരലുകൾ ചലിക്കുകയാണ്. വീണ്ടും 1/2 മണിക്കൂർ പിന്നിട്ടപ്പോഴേക്ക് സുബ്ഹാനല്ലാഹ്, നസീർ പറയുന്നു, എനിക്ക് ഭക്ഷണം വേണോ. ഇന്ന് അൽഹംദുലില്ലാഹ് കഴിഞ്ഞ ഈ ഒക്ടോബർ 2-ന് ചിക്കമാംഗ്ലൂരിലെ മൂടികരയിൽ വെച്ചിട്ട് ഒക്ടോബർ 2-ന് അതാ മദ്യത്തിന് വിരുദ്ധമായ റാലി നടന്നപ്പോ അതിന്റെ മുൻനിരയിൽ SSFന്റെ ത്രിവർണ്ണ പതാക കയ്യിലേന്തി പിടിച്ച നസീർ എന്ന ചെറുപ്പക്കാരൻ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഉസ്താദിന്റെ മന്ത്രം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി. അവസാനം നസീറിനെ ഡിസ്ചാർജ് ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് കാറിൽ ഇരുത്തിയപ്പോ ആ ഡോക്ടർമാരുടെ തലവൻ വന്ന് പറയാണ്, അതെ, ഞങ്ങളെ ട്രീറ്റ്മെന്റ് കൊണ്ടല്ല നിങ്ങളെ നസീറിന് ജീവൻ തിരിച്ചു കിട്ടിയത്, നിങ്ങൾ മന്ത്രിപ്പിച്ചു കൊണ്ടുവന്ന വെള്ളമുണ്ടല്ലോ, ആ വെള്ളം കൊണ്ടാണ് നസീറിന് ജീവൻ തിരിച്ചു കിട്ടിയത്. എന്റെ SSFന്റെ പ്രവർത്തകന്മാരെ, ഇതുപോലെയുള്ള ഒരു നേതൃത്വം നമുക്കല്ലാതെ വേറെ പ്രസ്ഥാനത്തിനുണ്ടോ?